പ്രിയപ്പെട്ട ദ്വാരകാ നഗരി കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറയാനൊരുങ്ങുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ പ്രിയ പത്നി രുക്മിണിയുടെ അരികിലെത്തി. അവരുടെ കണ്ണുകളിൽ സ്നേഹവും ഒപ്പം വരാനിരിക്കുന്ന വേർപാടിന്റെ നൊമ്പരവും നിറഞ്ഞു നിന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാന്തമായി രുക്മിണി ദേവിയുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, ദേവി രുക്മിണി, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി നീയായിരുന്നു. ഈ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നതിന് നന്ദി. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? രുക്മിണി ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ നാഥ. ഒരു കാലത്ത് അങ്ങയുടെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്ന ഓടക്കുഴലിൽ നിന്ന് ഒരു ദിവ്യനാദം കേൾക്കണമെന്നുണ്ട്. ആ വാക്കുകൾ കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖം ഒരു നിമിഷം വിഷാദത്തിലാണ്ടു. രാധാറാണിയുടെ വേർപാടിനു ശേഷം താൻ ഓടക്കുഴൽ വായിക്കുന്നത് നിർത്തിയെന്ന് അവിടുന്ന് ഓർത്തു. ദേവി രുക്മിണി, അതിനി സാധ്യമല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ വേദനയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രുക്മിണി തന്റെ ആഗ്രഹം മാറ്റി ചോദിച്ചു, എങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിച്ച എല്ലാ നല്ല നിമിഷങ്ങളും എന്റെ മനസ്സിൽ ഒരു മിന്നൽ പോലെ കാണിച്ചു തരുമോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ രുക്മിണി ദേവിയുടെ ആഗ്രഹം നിറവേറ്റി. അവർ ഒരുമിച്ച് കഴിഞ്ഞ ഓരോ നിമിഷവും അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും മധുര സ്മരണകൾ ആ മനസ്സിൽ നിറഞ്ഞു. ആ കാഴ്ചകൾ കണ്ട് രുക്മിണി ദേവി സമാധാനത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മടിയിൽ തലവെച്ച് ഉറക്കത്തിലേക്ക് വീണു. അതൊരു സാധാരണ ഉറക്കമായിരുന്നില്ല, മറിച്ച് കാലത്തിന്റെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മറയുന്ന ഒരു പുണ്യനിദ്രയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ താൻ കൃഷ്ണന്റെ മടിയിലല്ല, മറിച്ച് തന്റെ കൊട്ടാരത്തിലാണ് കിടക്കുന്നതെന്ന് രുക്മിണി തിരിച്ചറിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാതെ വിഷമിച്ച് അദ്ദേഹത്തെ തേടി കൊട്ടാരത്തിന്റെ ഇടനാഴികളിലൂടെ അവൾ ഓടി നടന്നു. പക്ഷേ ഭഗവാൻ അവിടെ എങ്ങുമില്ലായിരുന്നു. അതേസമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ കാടിന്റെ ഉള്ളിൽ എത്തിയിരുന്നു. അവിടെ വിശ്രമിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ പാദത്തിൽ ജര എന്ന വേടന്റെ അമ്പ് തറച്ചു. അങ്ങനെ ഭൂമിയിലെ തന്റെ അവതാര ലീല അവസാനിപ്പിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. ഭഗവാന്റെ ശരീരം ഉപേക്ഷിക്കുന്ന അതേ നിമിഷം സമുദ്രം ദ്വാരകാ നഗരത്തെ പൂർണ്ണമായും വിഴുങ്ങി. ഇതെല്ലാം മനസ്സിലാക്കിയ ദേവി രുക്മിണി ഭഗവാന്റെ ദിവ്യ സാന്നിധ്യം മനസ്സിൽ ധ്യാനിച്ച് താൻ ആരാധിച്ചിരുന്ന സിംഹാസനത്തെ വണങ്ങി ഭഗവാന്റെ ഓർമ്മകളും ഭക്തിയും നിറഞ്ഞ മനസ്സോടെ ആ പുണ്യ നഗരത്തോടൊപ്പം അവളും മറഞ്ഞു. അങ്ങനെ ഭഗവാന്റെയും ഭക്തയുടെയും ആത്മബന്ധം എന്നും നിലനിൽക്കുന്ന ഒന്നായി മാറി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.